Friends, welcome to the channel. We will discuss 3 points. Actually, 3 points correct follow credit card fraud. So, major points are credit card user multiple credit cards. Just main points. Credit card fraud. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ്, ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, ലേൺ വിത്ത് GS എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ ഡെയിലി യൂസിനെ പ്രോഡക്ട്സുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 3 പോയിന്റ് ജസ്റ്റ് 3 സിമ്പിൾ പോയിന്റ് ഉള്ളൂ, പക്ഷെ അതാരും ഫോളോ ചെയ്യാറില്ല, അതാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം എല്ലാ മാസം നമുക്ക് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആവും. അത് മൾട്ടിപ്പിൾ കാർഡ്സിന് ഡിഫറെന്റ് ആയിരിക്കും, ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിരിക്കും ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒന്നും നോക്കാണ്ട് ചുമ്മാ ബില്ലടയ്ക്കാണ്ട് മാത്രം നോക്കി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ചിലപ്പോൾ ചെറിയ ട്രാൻസാക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ടോട്ടൽ ബില്ല് വരുമ്പോൾ അറിയില്ല. പക്ഷെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അലേർട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കതിനെ പിന്നെ ഭാവിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് കാർഡ് മാറ്റി കാർഡ് ബ്ലോക്ക് ചെയ്യാൻ സംഭവങ്ങൾ കുറേ ചെയ്യാൻ പറ്റും. വലിയൊരു ഫ്രോഡ് നടക്കാണ്ട് മുമ്പ് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ മൾട്ടിപ്പിൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഓൺലൈൻ ഷോപ്പിംഗ് ഉപയോഗിക്കുന്നതാണ്, ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ പേരെടുത്ത് മിക്ക ആൾക്കാരും നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ കാർഡ് എല്ലാം ഈ വെബ്സൈറ്റിൽ സേവ്ഡ് ആയിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ ടോക്കണൈസേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വെബ്സൈറ്റിൽ സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ടോക്കണൈസേഷൻ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്രയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ചോരില്ല. അപ്പോൾ കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്ക് ആയിരിക്കും ഫ്ലിപ്കാർട്ടിൻ്റെ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ സംഭവിക്കാം. ആമസോൺ ഇതായിട്ട് വന്നിട്ടില്ല, പക്ഷേ പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസുകളൊക്കെ സേഫ് ആയിട്ട് വയ്ക്കുക എന്നാണ് നമ്മുടെ പ്രധാന ഡ്യൂട്ടി. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കാർഡ് എടുത്ത് യൂസ് ചെയ്യുക, സേവ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ് സംഭവം. ടോക്കണൈസേഷൻ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത് കണ്ടുപിടിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടുപിടിക്കുള്ള ആൾക്കാർ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് സേഫ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കാർഡ് സേവ് ചെയ്യാണ്ട് വെക്കുക, അല്ലെങ്കിൽ റെഗുലറായിട്ടല്ല നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ മെയിനായിട്ട് സേവ് ചെയ്ത് വെക്കാണ്ടിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോയിലൊന്നും സേവ് ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആ സാധനമൊക്കെ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഡാറ്റ ലീക്സ് സംഭവിക്കാം. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് വരെ പണ്ട് ഇഷ്ടംപോലെ അടിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ സെക്യൂർഡ് അല്ല ഒന്നും പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങളിത് ആവശ്യമുള്ളപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് പർച്ചേസ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്പ് ത്രൂ മാത്രം ചെയ്യുക. നിങ്ങൾ ഈ ലിങ്കോ അതുപോലെ തന്നെ ഇപ്പോൾ QR കോഡ് സംഭവങ്ങൾ അതുകൂടെ നിങ്ങൾ മാക്സിമം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിൻ്റെ ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ഇതിൽ കൂടെ മാത്രം ചെയ്യുക. നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവത്തോടെ മാത്രം ചെയ്യുക. ഡയറക്റ്റ് ഇല്ലാത്ത നമ്മളിപ്പോൾ ഒഫീഷ്യൽ അല്ലാത്ത കുറേ മൾട്ടിപ്പിൾ ലിങ്ക്സും അതുപോലെ തന്നെ ആപ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരിക്കും, QR കോഡ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. അത് തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു ശതമാനം തന്നെ നിങ്ങളുടെ ഫ്രോഡിൽ നിന്ന് രക്ഷിക്കുക. അപ്പോൾ ഈ 3 പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡുകൾ തടയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.